ഒരു കാലത്ത് നമ്മുടെ റേഡിയോയുടെയും ടേപ്പ് റെക്കോർഡുകളുടെയും ശബ്ദത്തിന് ജീവൻ പകർന്ന വാൽവ് ആംപ്ലിഫയറുകൾ ഇന്ന് ഇന്ത്യയിൽ പ്രചാരത്തിലില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള ഇവ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകിയാണ് മൂവാറ്റുപുഴ സ്വദേശിയായ മാത്യു. വർഷങ്ങൾക്ക് മുമ്പ് നാം ഉപയോഗിച്ചിരുന്ന റേഡിയോ, ടേപ്പ് റെക്കോർഡുകൾ എന്നിവയിൽ നമ്മെ ആകർഷിച്ച ശബ്ദ സൗന്ദര്യത്തിന് പിന്നിൽ വാൽവ് ആംപ്ലിഫയറുകൾ ആയിരുന്നു. എന്നാൽ ഇവയേക്കാൾ ഉപയോഗിക്കാൻ എളുപ്പവും വലിപ്പക്കുറവുമുള്ള IC ചിപ്പുകൾ വന്നതോടെ ഇന്ത്യയിൽ നിന്നും ഇവ അപ്രത്യക്ഷമായി. എന്നാൽ ഇന്ത്യ ഒഴികെ എല്ലാ രാജ്യങ്ങളിലും വാൽവ് ആംപ്ലിഫയറുകൾ ഇന്നും പ്രചാരത്തിലുണ്ട്. ഇവ പ്രചാരത്തിലില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലെ ആവശ്യക്കാർക്കായി വാൽവ് ആംപ്ലിഫയറുകൾ നിർമ്മിച്ചു നൽകുന്ന ഒരാൾ നമ്മുടെ നാട്ടിലുണ്ട്. മൂവാറ്റുപുഴ പാമ്പാക്കുട സ്വദേശി മാത്യുവാണ് വർഷങ്ങളായി വാൽവ് ആംപ്ലിഫയറുകൾ ലോക നിലവാരത്തിൽ നിർമ്മിക്കുന്നത്. അത് വളരെ അനോയിങ് ആയിരിക്കും. സോളിസിറ്ററുടെ കേൾക്കുമ്പോൾ ഹൈ എൻഡ് ലിസണിങ്ങിന് വരുമ്പോൾ സോളിസിറ്ററുടെ കേൾക്കുന്ന സാധനം നമ്മുടെ ചെവിക്ക് അരോചകമായിരിക്കും. എപ്പോഴും ട്യൂബാകുമ്പോൾ ഭയങ്കര സോഫ്റ്റും ചെയ്യുക സംഗതികൾ, പക്ഷേ ഡീറ്റെയിൽസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ ഇന്നും അന്നും ട്യൂബിലാണ്, ഇന്നും ട്യൂബിലാണ്. സോളിസൈറ്റ് ആയിട്ട് ഇടയ്ക്ക് വന്നപ്പോൾ ഡോളറിൻ്റെ കാലഘട്ടത്തിൽ ജോലി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു 64-65 മുതൽ തുടങ്ങിയാണ്. ആംപ്ലിഫയർ നിർമ്മിക്കാനുള്ള വാക്വം ട്യൂബ് മാത്രം ഇവിടെ ലഭ്യമല്ല. ഇവ അമേരിക്ക, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. ബാക്കിയുള്ള പാർട്സുകൾ ഇന്ത്യയിൽ ലഭ്യമാണ്. ഇവ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം അസംബിൾ ചെയ്ത് കൊച്ചിയിലുള്ള ഡിസൈൻ ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സഹായത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. അമേരിക്ക, ജർമ്മനി, റഷ്യ എന്നീ രാജ്യങ്ങളിലേക്ക് മാത്യുവിന്റെ വാൽവ് ആംപ്ലിഫയറുകൾ കയറ്റി അയക്കുന്നുണ്ട്. ഇതോടൊപ്പം കേരളത്തിലുള്ള ചില സുഹൃത്തുക്കൾക്കും മാത്യു വാൽവ് ആംപ്ലിഫയറുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. വാൽവ് ആംപ്ലിഫയറിനെ കൂടാതെ മാഗ്നറ്റിക് പ്രീ ആംപ്ലിഫയർ എന്ന ഉപകരണവും ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നാം ഉപയോഗിക്കുന്ന ടേപ്പ് റെക്കോർഡുകൾ, CD പ്ലെയറുകൾ എന്നിവയുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിക്കാവുന്നവയാണ് വാൽവ് ആംപ്ലിഫയറുകൾ. CD പ്ലെയറിൽ, വളരെ വില കൂടിയ CD പ്ലെയറിലെല്ലാം അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഇപ്പോഴും ട്യൂബാണ് ഉപയോഗിക്കുന്നത്. 100% ഡിജിറ്റലാണല്ലോ ഈ നമ്മുടെ CD പ്ലെയറുകൾ, പക്ഷേ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നല്ല വില കൂടിയ മോഡലെല്ലാം ട്യൂബാണ് ഉപയോഗിക്കുന്നത്. ഇതുവരെ നമ്മുടെ നാട്ടിൽ മാത്രമേ അത് കുറഞ്ഞുള്ളൂ. വെളി രാജ്യത്ത് ഒരു വ്യത്യാസം വന്നിട്ടില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ. പിന്നെ ഇത് പിന്നീട് നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്യാൻ കാരണം ഈ ഇതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വന്നതാണ് പ്രധാനപ്പെട്ട കാരണം. അതൊരിക്കലും സോളിസൈറ്റായിട്ട് വഴങ്ങില്ല. അനലോഗിന് കാണിക്കുന്ന സ്വഭാവങ്ങൾ ഒരിക്കലും ഡിജിറ്റലിൽ കാണിക്കില്ല. ഡിജിറ്റൽ വന്നതോടുകൂടി ആ സാധനം അനലോഗ് പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ട്യൂബ് ഡെവലപ്പ് ചെയ്ത് വന്നത്. നമ്മുടെ നാട്ടിലും വെളി രാജ്യത്ത് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് വന്നത്. അമേരിക്കയിൽ ഇപ്പോൾ തന്നെ 2-3 പുതിയ കമ്പനി തുടങ്ങിയിട്ടുണ്ട് ട്യൂബ് മാനുഫാക്ചറിങ്. സോവിയറ്റ് യൂണിയനിലെ പ്രധാന വരുമാനം ട്യൂബാണ്. അവരുടെ വേറൊന്നുമില്ല അവർക്ക് വരുമാനം. ട്യൂബിൻ്റെ ലോകം മുഴുവൻ മാർക്കറ്റ് ചെയ്യാണ് അവരുടെ. നമ്മുടെ രാജ്യത്ത് നേരത്തെയും ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. പണ്ട് ബെല്ലെന്ന് പറയുന്ന കമ്പനി ഈ സാധനം ഫിലിപ്സിൽ നിന്ന് യൂണിറ്റ് വരുത്തി സീൽ ചെയ്തിരുന്നു. അതൊന്നും ഇല്ലാണ്ടായിട്ട് വർഷങ്ങളായി. അന്ന് പ്രധാനമായിട്ട് റേഡിയോയ്ക്കാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ആംപ്ലിഫയേഴ്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല, റേഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരെയും ആകർഷിക്കുന്ന ശബ്ദ സൗന്ദര്യം ആംപ്ലിഫയറുകൾ നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവർ കുറവാണ് എന്നതാണ് മാത്യുവിനെ വിഷമിപ്പിക്കുന്നത്. ഏതെങ്കിലും സ്ഥാപനങ്ങളോ കമ്പനികളോ ഇവ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ തയ്യാറാണെങ്കിൽ ഏതു വിധേനയും അവരെ സഹായിക്കാനും ഇദ്ദേഹം സന്നദ്ധനാണ്. ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്ത് ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു. ഇതിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത് നല്ല മാസ് പ്രൊഡക്ഷൻ ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ. കാരണം ഇവിടെ ആരും ഇത് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല ഇത്രയും പെയിൻ എടുത്തിട്ട്.